ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഇന്ന് പകൽ ആശീർവദിക്കുമാറാകട്ടെ. We are meditating on the subject of the prayer Jesus taught his disciples, and we shall read that passage once again. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം എല്ലാവരും എടുത്തട്ടെ. 9 മുതൽ 13 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും വാക്യങ്ങൾ ചേർന്ന് വായിച്ചാൽ ബൈ ഹാർട്ട് അറിയാവുന്നവർ, മനപ്പാഠം അറിയാവുന്നവർ അങ്ങനെ വായിക്കാം. അല്ലാത്തവർ ചേർന്ന് അത് വേദപുസ്തകത്തിൽ നോക്കി വായിക്കാം. ഓക്കെ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവീൻ. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ പെടുത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയ്ക്കുള്ളതല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് ധ്യാനിക്കുവാനിടയായി തീർന്നത്. ടുഡേ വി വിൽ ഡിസ്കസ് ഓൺ ദിസ് സബ്ജക്റ്റ് 6:11. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. പ്രെയർ ആൻഡ് ഡെയിലി വാണ്ട്സ്. പ്രെയർ ആൻഡ് ഡെയിലി വാണ്ട്സ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഈ വചനം നിങ്ങൾ ശ്രദ്ധയോടെ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഒരു 75% of people come on only on Sundays. Saturday you are not coming, or Friday you don't listen to the message. 75% of the church. So what I want to say is that you have to give utmost importance and priority to God's word, because you are here only once a Sunday due to several reasons. So when you come to the presence of the Lord, give most priority to God's word and pray that this word may speak to you, and God can speak to you through God's word. നിങ്ങൾ 75% ആളുകളും ഒരാഴ്ച മാത്രം, ആഴ്ചയിൽ 1-2 മണിക്കൂർ മാത്രമേ ഇവിടെ വരുന്നവരാണ്. 2 മണിക്കൂറുകൾ മാത്രം. പല കാരണങ്ങൾ കാണുമായിരിക്കും അതിന്. എന്നാൽ ആ സമയത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആരാധനയ്ക്കും പാഠിനും ദൈവവചനത്തിൻ്റെ കേൾവിക്കും വളരെ പ്രാധാന്യം കൊടുക്കണം. കാരണം ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് ശ്രവിക്കുവാനുള്ള 2 മണിക്കൂറാണ്, അല്ലെങ്കിൽ 2 മണിക്കൂറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത്രയും ദൈവികമായ ആരാധനയിൽ പങ്കെടുക്കുന്നവരായിരിക്കില്ല. അതുകൊണ്ട് വളരെ പ്രാധാന്യതയോടെ ദൈവവചനത്തിൻ്റെ കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ. May be a simplest of all subjects that Jesus asks us to pray for, and sometimes may be irrelevant to our lives. What is the last time you prayed this prayer? ഞങ്ങൾക്ക് ഇന്നുള്ള ആഹാരം തരണമെന്ന് അവസാനമായി നിങ്ങൾ പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? ഒരാഴ്ച പ്രാർത്ഥിച്ചില്ലെന്ന് എനിക്കറിയാം. When was the last time you prayed this prayer? ഞങ്ങൾക്ക് ഇന്നുള്ള ആഹാരം തരണമേ എന്ന്. കാരണം നമുക്കിത് റെലവൻ്റ് അല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മൾ Lord, help me to control when I sit before the food. Help me to discipline myself before I eat. Lord, I should lose my weight. These are the prayers we pray. നമുക്കിത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം ആഹാരത്തിന് മുമ്പിലിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, കർത്താവ് ഇന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തി എനിക്ക് നൽകണമെന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. പിന്നെ 4 നേരം കഴിക്കാതിരിക്കാനുള്ള ഒരു ദൈവകൃപ എൻ്റെ മേൽ പകരണമേ. These are the prayer we pray these days. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സിംപ്ലസ്റ്റാണ്. ഇറലവൻ്റായിട്ട് നമുക്ക് തോന്നുവാനിടയായിത്തീരും. സ്തോത്രം. But what does it mean? This is what Jesus taught. So Jesus taught his disciples to pray.
ശിഷ്യന്മാരോട് പ്രാർത്ഥിച്ചാൽ പറഞ്ഞ പ്രാർത്ഥനയാണ്. അപ്പം അതിനകത്ത് റിലവൻസി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. So Christ is present here, the proper pattern for praying. ഒരു പ്രോപ്പർ പാറ്റേൺ ഇവിടെ നൽകുകയാണ് പ്രാർത്ഥനയ്ക്ക്. യേശു കർത്താവ് പഠിപ്പിച്ചു. അപ്പോൾ ഡെയിലി വി ഹാവ് ടു പ്രേ ദിസ് പ്രേയർ. അതെങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. A proper pattern ആണ്. Proper pattern means priority has to be given to God, and then Jesus taught us to pray for our matters. First his name, then his kingdom, then his will, and then Jesus asks us to pray for our needs. ഒന്നാമത്തെ പ്രയോറിറ്റി പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ നാമമാണ്, ദൈവത്തിൻ്റെ നാമമാണ്. ആ നാമത്തെയാണ് നിങ്ങൾ ആദ്യം പ്രാർത്ഥനയിൽ ഉരുവിടേണ്ടതെന്ന് യേശുനാഥൻ പറയും. രണ്ടാമത് അവൻ്റെ രാജ്യമാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉരുവിടേണ്ടത്. പിന്നെ ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുവാനായിട്ട് പ്രാർത്ഥിക്കണം. Here's bread simply means all our physical needs. Bread does not mean that particular subject or particular object, the item. But here bread is a broader term by which we can understand that we can pray all our daily needs, all our physical needs, all our material needs out to be brought before the presence of the Lord. ഇതൊരു പ്രാർത്ഥനയാണ്. ആർക്ക് പ്രാർത്ഥനയുണ്ട്? രണ്ട് വിധത്തിൽ. ഭക്ഷണമില്ലാത്ത ആളുകളുണ്ട് ഇന്ന് ലോകത്തിൽ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഭാരപ്പെടുന്ന ആളുകൾ ഉലകത്തിലുണ്ട്. നമ്മൾ പറയുന്ന ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന, പക്ഷേ you know that people are struggling for a meal a day. മിനിഞ്ഞാന്ന് ഞാനൊരു ന്യൂസ് വായിച്ചത്, 3 billion people are starving. 3 billion people, not million, billion, on the earth, in Africa and other nations, for a meal. അത്രയും ആളുകളാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് വരുന്ന ഉച്ഛിഷ്ടങ്ങൾ കഴിക്കുന്ന ആളുകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. വേസ്റ്റ് കിട്ടിയാൽ മതിയെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആഹാരമായിട്ട് എനിക്ക് അല്പം വേസ്റ്റ് തരണമേ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പോഷകാഹാരങ്ങളില്ലാതെ മരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എത്രയും ആളുകളാണ് ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നവർ. ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഹോട്ടലിൽ നിന്ന് വലിച്ചെറിയുന്ന വാഴയില തപ്പിത്തടഞ്ഞ് കഴിക്കുന്നത്. I had seen with my own eyes in North India when I was traveling in North Indian states. With my own eyes I had seen children eating from the leftovers. ഞാനൊരിക്കൽ ബീഹാറിൽ ഒരു സ്ട്രീറ്റിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വിശന്നിട്ട് ഒരു കടയിൽ നിന്ന് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് അവൻ വലിച്ചെടുത്ത് കഴിക്കുകയാണ്. ചുറ്റുമുള്ള കടയുടെ ആളുകൾ വലിയ വടി കൊണ്ട് അവനെ അടിച്ചോടിക്കുന്നത് ഞാൻ കണ്ടു. I was standing by the street. അടിക്കുകയാണ്. അവൻ ഒരു അല്പം ഫുഡ് എടുത്തതാണ് ആ ഫ്രൂട്ട്സ് സ്റ്റാളിൽ നിന്ന്. അവൻ വിശന്നത് കൊണ്ടായിരിക്കും വലിച്ചെടുത്തവൻ ആർത്തിയോടെ കഴിക്കുകയാണ്. 2-3 പേര് വന്ന് അവനെ അടിച്ചോടിക്കുകയാണ്. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. കാരണം എനിക്ക് അവിടെ നിസ്സഹായമാണ്, ഒന്നും ചെയ്യുവാൻ കഴിയും. ഇങ്ങനെയുള്ള ആളുകൾ. വയനാടിൽ നിങ്ങൾ ന്യൂസിൽ കേട്ടല്ലോ, ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിൻ്റെ പേരിൽ അവനെ കെട്ടിയിട്ട് അടിച്ച് കൊന്നു. He did not have
ഫുഡ് ടു ഈറ്റ്. നിങ്ങളുടെ വിശപ്പെന്ന് പറയുന്ന മരണവെപ്രാളമാണ്. ദാഹമെന്ന് പറയുന്ന മരണവെപ്രാളമാണ്. അവൻ ദിവസങ്ങൾ കഴിക്കുന്നില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവൻ മോഷ്ടിച്ചു, സത്യമാണ്. പക്ഷേ അവൻ്റെ വിശപ്പ് കൊണ്ടാണ്. അവനെ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള മനുഷ്യർ ഉലകത്തിലുണ്ട് പ്രിയ സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും ലോകത്തിലുണ്ട്. There are millions of people today as the children of God who have to pray this prayer. Lord, give me my daily bread. നമുക്കൊരാഴ്ച കഴിക്കാനുള്ള സാധനങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാ വീടുകളിലുണ്ട്. അറ്റ്ലീസ്റ്റ് ഫോർ 1 week, I'm sure. പക്ഷേ ഇത് പ്രാർത്ഥിക്കേണ്ടുന്ന ആളുകൾ ഇന്ന് ഉലകത്തിൽ ദൈവമക്കളായിട്ടുള്ളവരുണ്ട്. നമ്മൾ കാനഡയിൽ കാണുകയില്ലായിരിക്കും, പക്ഷേ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ടത്. Even I have experienced in my personal life when I encountered with people. ഇതുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു. Even during the time of Jesus Christ, this prayer was a relevant prayer. They had to pray to God, Lord, give us our daily bread. Jesus was not talking and doing his ministry among the people who were rich. Financially, all these people were poor. They did not have a meal to eat even after being with Jesus Christ for 3 days. 3 ദിവസങ്ങൾ യേശുവിനോട് കൂടെ ഇരുന്നിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കുവാനുള്ള കയ്യിലില്ല. യേശു കർത്താവിന്റെ പ്രസംഗം വലുതായിരുന്നു, സത്യമാണ്. പക്ഷേ അതിൽ 15,000 പേര് യേശുവിന്റെ കൂടെ ഇരിക്കുക for 3 days without eating. തപ്പിപ്പിടിച്ചപ്പോൾ ഒരുവന്റെ കയ്യില് എന്താ അപ്പമാ യവത്തപ്പം. നോട്ട് വീറ്റ് bread, rather barley bread. Barley bread was the chiefest of all food during the time of Jesus. And wheat bread was costly. യവത്തപ്പമാണ് ഉണ്ടായത്. യവത്തപ്പം അത് ചീപ്പായിരുന്നു അന്നത്തെ കാലത്ത്. വീറ്റ് ബ്രെഡ് കോസ്റ്റ്ലി ആയിരുന്നു. അതാ യവത്തപ്പം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഈ ആളുകൾ പാവങ്ങളായിരുന്നു. കരം കൊടുക്കുവാൻ കാശില്ലാത്തവനായിരുന്നു പത്രോസ്. Even Jesus did not have money to pay his tax. What tax? What was the tax? We pay tax for what? For your vehicle? For the things we buy from the market? For the groceries? But during the time of Jesus Christ, there was a tax for them to live. Individual tax. തലക്കരം എന്ന് പറയും. തലക്കരം എന്ന് പറയാൻ, നിനക്ക് ഈ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നീ കരം കൊടുക്കണം. നമ്മൾ സാധനങ്ങൾക്ക് കരം കൊടുക്കുന്ന പോലെ ടാക്സ് കൊടുക്കുന്നതിൽ അവർക്ക് വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു? ഗവൺമെന്റ് കരം കൊടുക്കണമായിരുന്നു അവർക്ക് ജീവിക്കണമെങ്കിൽ. അപ്പൊ 4 പേര് വീട്ടിലുണ്ടെങ്കിൽ 4 പേർക്ക് കരം കൊടുക്കണം. നോട്ട് ഫോർ ബൈയിങ് തിങ്സ്, റാദർ ഫോർ ദം ടു ലിവ് ഇൻ ദാറ്റ് ലാൻഡ്. അതുപോലെ ടാക്സ് കളക്ടർ മാത്യു, ആരാ പണം പിടിക്കുന്ന? അവൻ ജീവിക്കുവാൻ പണം കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ദാറ്റ് വാസ് എ ഹ്യൂജ് എമൗണ്ട്. ദാറ്റ് ടാക്സ് വാസ് സംതിങ് ദാറ്റ് ജീസസ് ആൻഡ് പീറ്റർ paid, and they did not have the money to pay the tax for them. അവർക്ക് വേണ്ടി കരം കൊടുക്കുവാൻ, ടാക്സ് കൊടുക്കുവാൻ അവിടെ കൈ കാശില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇവിടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കരം കൊടുക്കണം. ജീവിക്കേണ്ടതിന് വേണ്ടി, ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾ കരം കൊടുക്കേണ്ടി എന്ന് നിയമം വന്നാൽ കരം കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുന്ന എപ്പോഴാണ്? when the nation goes down in financial matters. അങ്ങനെ അവസ്ഥകൾ പല രാജ്യങ്ങളും ഉണ്ടായി. യേശുവിന്റെ കാലത്ത് അതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ജനമൊന്നുണ്ടായിരുന്നു പ്രിയ സഹോദരങ്ങൾ. അപ്പോൾ
നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ഇതിനകത്ത് വേറൊരു അക്നോളജ്മെന്റ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഫോർ us it is to give thanks to the Lord for what God has done in our lives. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത്, ആഹാരത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. അതെല്ലാം ഇപ്പോഴും നമുക്ക് റെലവൻ്റ് ആയിരിക്കുന്ന കാര്യമാണ്. So we have to acknowledge that everything that we receive is from the Lord, and we have to thank the Lord for the food, for the shelter, for the dress, for the everything that we receive from the Lord. It is expected of us. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയണം. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് us. ഞാൻ ഇന്നലെ രാത്രി ഇത് നിങ്ങളോട് സംസാരിച്ചതാണ്. ജീസസ് എക്സ്പെക്ട്സ്, ഗാഡ് എക്സ്പെക്ട്സ്. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ എത്ര പേര് തിരിച്ചു വന്നു? ഒരാൾ തിരിച്ചു വന്നു. വാട്ട് വാസ് ദി കമന്റ് ഓഫ് ജീസസ്? വേർ ആർ ദി 9? That means Jesus was expecting for 10 to come back and give thanks. But only one came back. And Jesus was asking this man, where are those 9? That means Jesus was expecting. Why that passage was recorded in the Bible? Why? Because Jesus wants to communicate to the people that when you receive something from the Lord, you have to give thanks. അതിനുവേണ്ടിയാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത്, ദൈവത്തിന് എല്ലായ്പ്പോഴും നന്ദി പറയണം. ദൈവസന്നിധിയിൽ വരുമ്പോൾ ആരും അഹങ്കരിക്കണ്ട. എല്ലായ്പ്പോഴും നന്ദി പറയുവാൻ നാം സന്നദ്ധരായിരിക്കണം. Give us our daily bread. Thank you, Lord, for the bread we had. Thank you for every opportunity that we enjoy in our material lives. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഞങ്ങൾക്ക് തരുന്ന നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാമോ? For those who were absent, Psalm 119 verse 62. എന്താണ് വായിക്കുന്നത്? അവിടെ ഒന്ന് ശ്രദ്ധിച്ചു. നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. I will rise up in the midnight to give you thanks. അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു, നന്ദി പറയുന്നു. കിങ് David says, I would wake up in the midnight. മിഡ്നൈറ്റിൽ ഞാൻ എഴുന്നേറ്റ് ദൈവത്തിന്. അങ്ങനെ നന്ദി പറയുന്ന ആരിലൂടെ ഉണ്ടോ? ഇല്ല. അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് നന്ദി പറയുന്ന ഒരു രാജാവാണ്. പക്ഷേ പുള്ളി വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കങ്ങ് വിശ്വസിക്കാം. വചനത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാനോ നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് വല്ലപ്പോഴുള്ള സംഭവമാണ്. പക്ഷെ പുള്ളിയുടെ ഡെയിലി പ്രാക്ടീസ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വചനത്തിലല്ല പറയുന്നത്. അതുകൊണ്ട് അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് നാം ഞാൻ നന്ദി പറയുമെന്ന്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ നന്ദി പറയേണ്ടവനാണ്. അതേ ആട്ടിടയനായ ഞാൻ രാജാവായി തീർന്നത് എങ്ങനെയെന്ന് ഓർത്താ ദൈവത്തിന് നന്ദി പറയാതിരിക്കും. ഈ പ്രജകളെ മുഴുവൻ നയിക്കുവാൻ എനിക്ക് അതേ ബുദ്ധി നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയാതിരിക്കുക. ഇന്ന് പകൽ ഇത് തന്നെയല്ലേ നമുക്ക് ആവർത്തിച്ച് പറയുവാൻ കഴിയുന്നത്? എനിക്ക് നൽകിയ സകല നന്മകൾക്കും ദൈവമേ എനിക്ക് നന്ദി പറയാതിരിക്കുവാൻ കഴിയുകയില്ല, സ്തോത്രം പറയാതിരിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണ്. നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണെന്ന്, നിങ്ങളുടെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന്, നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന്, ജോലി ദൈവത്തിൻ്റെ ദാനമാണെന്ന്, ഭൗതികത മുഴുവനും ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ ഈ ഞായറാഴ്ച പകൽ ഇവിടെ വന്നിട്ട് ഒരു നിമിഷം പോലും നിശബ്ദമായിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല, നിങ്ങൾക്ക് കഴിയുകയില്ല. ഈ 2 മണിക്കൂറും ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇരിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം അത്ര ആഴത്തിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ദൈവത്തിൻ്റെ കരുതന്നെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി ഇന്ന് പകൽ എത്ര പേര് നന്ദി പറയുന്നു, എത്ര പേര് അവനെ സ്തുതിക്കുന്നു, എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എന്നുള്ള ദിവസം എനിക്ക് നിങ്ങൾക്ക് നൽകിയ ദൈവത്തിന് ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതേകം അർദ്ധരാത്രി എഴുന്നേറ്റ് പരാതി പറയാൻ വേണ്ടിയല്ല.
Sometimes we rise up in the midnight if there is a severe pain or prayer request for us. നമുക്ക് എന്തെങ്കിലും അതികഠിനമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ രാത്രി എഴുന്നേറ്റുമായിരിക്കാം. പക്ഷേ he does not make any complaint before God in this unusual time. Rather he give thanks to the Lord. അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് നന്ദി പറയുന്നു. അത്രയൊന്നും വേണ്ട, ഞായറാഴ്ച ഇവിടെ വരുമ്പോഴേലും നന്ദി പറയാമോ? ഒന്ന് സ്തോത്രം പറയാൻ പറയും. എത്ര മടിയാന്ന് സ്തോത്രം പറയണമെങ്കിൽ. ഐ ലൈക്ക് TPM ബിലീവേഴ്സ്, റിയലി ഐ ലൈക്ക്. അവർ വന്നിരുന്നാൽ തിരിച്ചു പോകുന്നതിന് വരെ എന്താ നാവില് കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ടോ? അവിടെ കൂടുതലൊന്നും ഇങ്ങനെ പ്രസംഗിക്കും വേണ്ട, അവർ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പാസ്റ്റ് പറയേണ്ട സ്തോത്രം ഒന്നും പറയാനായിട്ട്. അവിടെ വീട്ടിൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മളൊന്നും വേണ്ട, അവർ നമ്മളെ പ്രാർത്ഥന എടുത്തോളൂ. അതെ, തോരാതെ സ്തോത്രം പറയുക. സ്തോത്രം 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 സ്തോത്രം, എല്ലാത്തിനും സ്തോത്രം പറയുക, എല്ലാത്തിനും സ്തോത്രം. ഇവിടെ നിന്ന് സ്തോത്രം പറഞ്ഞ് നമുക്ക് എത്ര മടിയാ സ്തോത്രം പറയും. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ അല്പസമയം ഇന്ന് പകൽ പ്രാഗൽഭ്യമുള്ള സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം പ്രമിച്ചാട്ടെ. സ്തോത്രം 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 ചെയ്ത നന്മക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. വായ് തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, ഹൃദയംഗമായി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇല്ലാത്തതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തട്ടെ, ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം, എല്ലാ നന്മകൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ സഹായത്തിനായി സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ജീസസ്. ഇപ്പോഴും സ്തോത്രം ചെയ്യണം പ്രിയ സഹോദരങ്ങളെ. നമ്മൾ കംപ്ലൈന്റ് പറയുവാനായിട്ട് വളരെ പ്രാഗൽഭ്യമുള്ളവരാണ്. പക്ഷേ ഒരു പ്രാവശ്യം കംപ്ലൈന്റ് പറയുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇല്ലാത്തതിനെ ഓർത്ത് പരിഭവിക്കുകയല്ല വേണ്ടത്, ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം സ്തോത്രം ചെയ്യണം സ്തോത്രം ചെയ്യണം. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. നിങ്ങൾ പറയട്ടെ, നമ്മളെല്ലാം കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞ പോലെ വി ആർ ഹോൾസെയിൽ ബിസിനസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കോടാനുകോടി സ്തോത്രം നമ്മളങ്ങ് കൊടുക്കും. ഒറ്റ സ്തോത്രമാണ്. കർത്താവേ ഞാൻ കോടാനുകോടി 1000 സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു സ്തോത്രമൊന്നുമില്ല കേട്ടോ. 1000 സ്തോത്രം കോടാനുകോടി സ്തോത്രമൊന്നുമില്ല. റിയലി സ്പീക്കിംഗ് ലെറ്റ് മീ ടെൽ യു. ഇപ്പം ഈ മനുഷ്യൻ അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് സ്തോത്രം പറയണമെങ്കിൽ ഓരോ ഐറ്റത്തിന് സ്തോത്രം പറയുമായിരിക്കും, അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 1 മിനിറ്റ് പോലെ കോടാനുകോടി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഓരോ ഐറ്റവും പറഞ്ഞ് നിങ്ങൾ സ്തോത്രം പറയണമെങ്കിൽ എത്ര മണിക്കൂർ വേണം നിങ്ങൾക്ക്? ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ടിൽ ദിസ് ടൈം. ഓർക്കുന്ന മതി, ഓർക്കാത്ത പോട്ടെ. അറ്റ്ലീസ്റ്റ് 1 hour daily, if you want to thank the Lord for everything that you receive from your childhood till this time, how many hours you need to give thanks to the Lord? അതുകൊണ്ട് ദിവസം ഒരു 10 മിനിറ്റ് എടുക്കുവാൻ കഴിയുകയില്ല പ്രിയ സഹോദരങ്ങളെ. 10 minutes only to thank him. ഒരു ആവശ്യം പറയാതെ just thank him. അതെപ്പോഴാണ്? നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോൾ മതിയോ? എപ്പോഴാണ് യു ഫൈൻഡ് ഔട്ട് ദ ടൈം ടു താങ്ക് ഹിം? ഒന്ന് സ്തോത്രം പറയാം, ഒന്ന് സ്തോത്രം ചൊല്ലാൻ. വാഹനത്തിൽ പോകുന്ന 10 മിനിറ്റ് മതി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കുക. ഭാര്യ പോട്ടെ, മക്കൾ പോട്ടെ, എല്ലാം പോട്ടെ, 10 മിനിറ്റ് സ്തോത്രം മാത്രം. കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ഭാര്യയ്ക്കായി സ്തോത്രം, ജിയോലിക്കായി സ്തോത്രം, വാഹനത്തിനായി സ്തോത്രം, ജീവനായി സ്തോത്രം, നന്മയ്ക്കായി സ്തോത്രം, എൻ്റെ മാതാപിതാക്കൾക്കായി സ്തോത്രം, തന്ന സാലറിക്കായി സ്തോത്രം, ജോലിക്കായി സ്തോത്രം, പ്രൊമോഷനായി സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളുണ്ട് പ്രിയതേ. ഐറ്റം ബൈ ഐറ്റം, ഐറ്റം ബൈ ഐറ്റം. എനിക്ക് തന്ന വിദ്യാഭ്യാസത്തിന്, ഡിഗ്രിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽ ഡെയിലി ടേക്ക് 10 minutes to thank him. വേറെ ഒന്നും പറയണ്ട, ദൈവത്തിന് നന്ദി പറയാൻ മാത്രം നിങ്ങൾ ശ്രമിച്ചാൽ, ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ദൈവം ചെറുതിനെ വർദ്ധിപ്പിച്ചു നൽകുന്ന ദൈവമാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 5 അപ്പവും 2 മീനും 5000 പോഷിപ്പിച്ചതിന് ശേഷമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ അത് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുക? ദ പ്ലേസ് ജീസസ് താങ്ക് ഫോർ ദ ബ്രെഡ്. അപ്പത്തിനു വേണ്ടി
അപ്പം വാഴ്ത്തിയ സ്ഥലം, അപ്പം വാഴ്ത്തിയ സ്ഥലം എന്നാ പറയുന്നത്. അപ്പം വാഴ്ത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ അപ്പോസ്തലൻ അപ്പം വാഴ്ത്തി നുറുക്കപ്പെട്ടതായ സ്ഥലത്തെ ഓർക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത സമയം, സ്ഥലം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ചെറുതായ സകലത്തെ എടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ചു നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒരു മാസം തുച്ഛമായ ശമ്പളമേ ഉള്ളെങ്കിലോ എൻ്റെ ദൈവത്തിന് അത് വലിച്ചു നീട്ടിയിട്ട് ഒരു മാസം സമൃദ്ധമായി ജീവിക്കുവാൻ, അതുകൊണ്ട് മതിയാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ശമ്പളത്തെ ദൈവത്തിന് വലിച്ചു നീട്ടുവാൻ കഴിയും. നിങ്ങളുടെ സാലറിയെ ദൈവത്തിന് വലിച്ചു നീട്ടിയിട്ട് ഏതാവശ്യവും നിറവേറ്റത്തക്ക വിധത്തിൽ അതുകൊണ്ട് പോഷിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്, നിങ്ങളുടെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുവാൻ കഴിയുമോ? എന്റെ തുച്ഛമായ ശമ്പളത്തെ ദൈവത്തിന് വലിച്ചു നീട്ടാൻ കഴിയും. To meet the both ends. ഞാൻ ഭാരപ്പെടുവൊന്നും വേണ്ട. അതിനുള്ള ആവശ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാൽ പോരെ. എൻ്റെ ശമ്പളം എന്താണോ, എൻ്റെ സാമ്പത്തിക വിഭവം എന്താണോ, അതിനുള്ള ആവശ്യം എൻ്റെ മുമ്പിൽ വന്നാൽ മതി. അങ്ങനെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, കൂടുതലൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ഓരോ മാസം വേണ്ടത് നിന്റെ ശമ്പളത്തിനകത്ത് ഒതുക്കി അതിനെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവന് 4 അക്കമുണ്ട്, എനിക്ക് 2 അക്ക ഉള്ളതും പറഞ്ഞല്ല, അല്ലെ 3 അക്ക ഉള്ളതും പറഞ്ഞല്ല. ഉള്ളത് മതി. അതിനെ വികസിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനെ വികസിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. So God was so concerned of their physical needs, and God is still concerned of our physical needs. 5.2 മീനും കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന സമയത്ത് what was the statement Jesus made? You have to feed them, otherwise they will faint on their way. They will faint on their way. പകൽ ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, വഴി തളരാതിരിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ കരുണ കാണിക്കും. വഴിയന്തി തളർന്നു പോകാതിരിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന് കരുതൽ നിന്റെ മേലുണ്ട്. വിശ്വസിച്ച് സ്തോത്രം ചെയ്തു. So that they may not faint, they may not weary on the way. അവർ ക്ഷീണിച്ച് പോകാതിരിക്കേണ്ടതിന്, അവർ തളർന്നു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരുതൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാരനിൽ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ദൂത കൈമാറുന്നു. വഴി തളർന്നു പോകാതിരിക്കേണ്ടതിന്, വഴി ക്ഷീണിച്ച് പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടത് എന്തെന്ന് ദൈവത്തിനറിയാം. അത് ഓരോ ദിവസവും നൽകുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ നാം സേവിക്കുന്ന ദൈവം. അവൻ നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല തൽപരനായിരിക്കുന്നത്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടെന്ന് ദൈവത്തിനറിയാം. അവിടെ വിഷയം എന്താണെന്ന് ദൈവത്തിനറിയാം. എനിക്ക് കാനഡയിലായിരിക്കുമ്പോൾ എന്തെല്ലാം ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. നീ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ നീ വഴി തളർന്നു പോകാതിരിക്കുവാൻ, വഴി ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ, നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ നീ തളർന്നിരിക്കാതെ ഇരിക്കുവാൻ ദൈവത്തിന്റെ കരുതൽ നിന്റെ മേലുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിച്ച ദൈവത്തിന് മഹത്വം അർപ്പിച്ചു. നീ ക്ഷീണിച്ചു പോകയില്ല, നീ വഴി തളർന്നു പോകയില്ല, നീ വഴി തളർന്നിരിക്കുകയില്ല. You won't be fainted on your way. നീ ഒരിക്കലും തളർന്നു പോകാതിരിക്കത്തക്ക വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. What thrills me a lot when I studied this passage is that God is an almighty God, an infinite God. Nobody can comprehend him. And see the whole creation, the whole cosmos, billions of stars. And we are not able to comprehend this cosmos. And earth is a spot in the cosmos. Earth is like a spot in the cosmos.
And on this earth, I am like a dust. I am like a dust. But this Almighty God is concerned of my needs. മനസ്സിലായ നിങ്ങൾക്ക്? ഈ സർവപ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ പ്രപഞ്ചത്തിൽ ഈ ഭൂമി എന്നുള്ളതൊരു പൊട്ടാണ്, ഒരു ചെറിയ ഗ്രഹമാണ്, ചെറുത്. ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റു യാഥാർത്ഥ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ എർത്തിൽ, ആ ഭൂമിയിൽ എവിടെയോ ജീവിക്കുന്ന ഞാനൊരു പൊടിയാണ്, ഒരു പൊടി. ഞാൻ ഏതുമില്ല. പക്ഷെ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ മേലുണ്ടെന്ന്. ഈ സർവസ്ഥനായ ദൈവം എന്നെ കുറിച്ച് പറയുകയാണ്, നീ തളർന്നു പോകാതിരിക്കേണ്ടതിന് വഴിയാത്ര നിനക്ക് വേണ്ടത് ഞാൻ തരുവാൻ ശക്തനായ ദൈവമാണെന്ന്. ഇന്ന് പകൽ ഏതെങ്കിലും വിഷയത്തിൽ നിന്റെ ഭൗതിക തലത്തിൽ നീ ഭാരപ്പെട്ടുകൊണ്ട് ദൈവസ്ഥലിൽ പ്രാർത്ഥനയായിരിക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ട്, എനിക്കതറിയാം. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിന്റെ വഴിയാത്ര നീ തളർന്നു പോകയില്ല, നീ ക്ഷീണിച്ചു പോകയില്ല. ഒരു ദിവസം വേണ്ടത് നിനക്ക് നൽകുക ആ ദൈവം വിശ്വസ്തനായ ദൈവമാണെന്ന് ഇന്ന് പകൽ ഞാൻ പറഞ്ഞാൽ എത്ര പേരത് വിശ്വസിക്കുന്ന പ്രിയ സഹോദരങ്ങളെ? He is concerned of our physical needs. അവൻ എൻ്റെ മാത്രമല്ല, He is the God of all the creations. നമ്മൾ എത്രമാത്രം വിലപിടിപ്പുള്ളതാണ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാം. പക്ഷെ always there is a verse in Psalm 145 verse 15. എന്താ നമ്മളവിടെ വായിക്കുന്നത്? 145 സങ്കീർത്തനം 15 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? എല്ലാത്തിൻ്റെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തത്സമയത്ത് അവർക്ക്. Oh, the eye of every creature. You just name all the creatures. Creatures on the earth, creatures in the skies, creatures in the ocean. Psalmist says that every creature looks unto him. എല്ലാ ക്രീച്ചറും ദൈവത്തിന്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. every creature. അപ്പൊ എല്ലാത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇതിനെ ഒന്നും പോറ്റി പുലർത്തുവാൻ കഴിയുകയില്ല. പക്ഷേ ദൈവമാണ് ഇതിനെയെല്ലാം പോറ്റി പുലർത്തുന്നത്. എപ്പോഴാ കൊടുക്കുന്ന? തൽസമയത്ത് കൊടുക്കുമെന്ന്. തൽസമയത്ത് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തല്ല ലഞ്ച് കൊടുക്കുന്നത്, ലഞ്ചിൻ്റെ സമയത്തല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അതേ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റേ കിട്ടത്തുള്ളൂ കേട്ടോ. ഡോണ്ട് ആസ്ക് ഫോർ ലഞ്ച്. We want to have lunch during the time of breakfast. That is our problem. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ലഞ്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ലഞ്ചിൻ്റെ സമയത്ത് സപ്പറും ചോദിച്ചോണ്ട് അങ്ങനെ കിട്ടത്തൊന്നുമില്ല. ഏത് സമയത്തേ കിട്ടത്തുള്ളൂ? തൽസമയത്ത് കിട്ടും എന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന്. ഇനി ആ ആവശ്യത്തിൻ്റെ മുഖത്ത് നീ ഭാരപ്പെടുമ്പോൾ ആ ആവശ്യം നിറവേറ്റി തരുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പകൽ വിശ്വസിക്ക പ്രിയ ദൈവമക്കളെ. ഓരോ ആവശ്യങ്ങൾ എന്താണ് അത് നിറവേറ്റി തരുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് നാം വിശ്വസിക്കുന്നത്. എന്നിട്ട് അടുത്തൊരു വാക്യം, എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വാക്യം കൂടിയുണ്ട്. 147:9 കൂടെ വായിച്ചട്ടെ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കുഞ്ഞിനെ ഗവനിക്കുവാൻ ആരുമില്ല, പക്ഷെ ദൈവം അതിൻ്റെ കരച്ചിൽ കേൾക്കുന്ന ദൈവമാണ്. ഒരു കാക്ക കുഞ്ഞിൻ്റെ സ്ഥാനത്താണെങ്കിലോ ആരും ഗവനിക്കുവാനില്ലാത്ത ഒരു കൊച്ചു കിളിയാണെങ്കിലോ അതിനെ ഗവനിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മളെ എത്രയധികം ഇന്ന് പകലൊന്ന് ബലപ്പെടുവാൻ കഴിയുമോ പ്രിയ ദൈവമക്കളെ? നമ്മെ എത്രയധികം, നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രയധികം, നമ്മുടെ ആവശ്യങ്ങളെ എത്രയധികം. എന്നിട്ട് പറയാ അതിൻ്റെ ആഹാരം. That is an important word. അതിൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ സിംഹത്തിന് കാക്കയുടെ എടുത്ത് കൊടുത്ത വല്ലോ ആകുമോ? ഇനി പശുവിന് സിംഹത്തിന്റെ എടുത്തു കൊടുക്കാൻ കഴിയുമോ? കരടിക്ക് പശുവിന്റെ എടുത്തു കൊടുക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ ഓരോന്നിനും വേണ്ടത് അതിൻ്റെ
കാക്കയുടെ കാക്കയ്ക്ക്, സിംഹത്തിന് സിംഹത്തിന്, അതേ പശുവിന് പോത്തിൻ്റെത്, എനിക്കുള്ളത്, നിനക്കുള്ളത്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? എനിക്കും നിങ്ങൾക്കും വേണ്ടത് നൽകുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ അടുത്ത് നിനക്ക് തരേണ്ടത് കാര്യമില്ല, എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ അടുത്ത് എനിക്കും തരേണ്ടത് കാര്യമില്ല. എനിക്കുള്ളത് എനിക്ക് തരുന്ന ദൈവം, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. ഞാൻ വിശ്വസിക്കാം, നിങ്ങളുടെ കുടുംബത്തിലുള്ളത് മറ്റാർക്കും എടുത്തു കൊടുക്കേണ്ടത് കാര്യമില്ല. ദൈവത്തിന് എനിക്കുള്ളത് എനിക്ക് തരുന്ന ദൈവമാണെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്തോ. നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തരുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. ഇന്ന് വരെ ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ, എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ? ഒന്നും മുടക്കിയിട്ടുണ്ടല്ലോ. പ്രാർത്ഥിച്ച പല കാര്യങ്ങൾക്കും ഇനിയും നമുക്ക് മറുപടി ലഭിക്കാനുണ്ടെങ്കിൽ നാം സ്വപ്നത്തിൽ കാണാത്ത എത്രയോ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അങ്ങനെ അനുഭവിക്കുന്ന ദൈവമക്കൾ, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും എൻ്റെ മുമ്പിലുണ്ട്. ഇനിയും എനിക്ക് മറുപടി കിട്ടേണ്ടുന്ന വിഷയമുണ്ട്. പക്ഷേ ഇന്ന് പകൽ എനിക്ക് സാക്ഷ്യം പറയുന്ന കൈയുണ്ട്. ഞാൻ ഒരിക്കലും പോലും പ്രാർത്ഥിക്കാത്ത വിഷയത്തിൽ ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തല്ലോ. ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത വിഷയത്തിൽ എനിക്ക് വേണ്ടി ദൈവം വഴി തുറന്നല്ലോ. പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ പലതും എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ വെക്കാത്ത എത്രയോ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം ചെയ്തു തന്നുവെങ്കിൽ ആ ദൈവത്തെ അല്പസമയം നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ ദൈവത്തെ വാഴ്ത്തി പാടാ. അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സങ്കീർത്തനക്കാരുണ്ടെങ്കിൽ ഈ സഭയിൽ ഒരുമിച്ച് വരുമ്പോൾ ആ ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്യട്ടെ. എല്ലാ നാവും തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ.